الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്കേവർക്കും മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വമുള്ള ഒരു ഇബാദത്ത്, ഒരാരാധന, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നിട്ടുള്ള ഒരാരാധന. ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ഒരു ഇബാദത്ത്. മീസാനിൽ, പരലോകത്ത് നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഇബാദത്ത്. സൂചിപ്പിക്കുന്നത് മനുഷ്യനും മനുഷ്യരല്ലാത്തവരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ഒരു ഇബാദത്തിനെ കുറിച്ചാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നത് ആകാശം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഭൂമി ആ ഒരു അമല് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ രീതിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വമുള്ള, അങ്ങനെ മനുഷ്യരല്ലാത്തവർ പോലും റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള, റബ്ബിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ഒരു സൽക്കർമ്മം. അത് മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മൾ പറയാറുള്ള, പലപ്പോഴും നമ്മൾ ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ് എന്ന വചനമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പല ആശ്ചര്യഘട്ടങ്ങളിലും ഒരുപക്ഷെ ആളുകൾ പറഞ്ഞു പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന വചനം അത് മനുഷ്യനുമല്ലാത്തവരും അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരാരാധനയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വലിയൊരു അടിസ്ഥാനമാണ് പലപ്പോഴും പലരും അർത്ഥം അറിഞ്ഞോ അറിയാതെയോ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് എന്ന വചനം. എന്താണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ? ആളുകൾ റബ്ബിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരാധ്യനെ കുറിച്ച് ആളുകൾ എന്തൊക്കെയോ പറയുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയും ആളുകൾ പലതും പറയുന്നു, ചീത്ത പറയുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. പ്രവാചകന്മാരുടെ അനുയായികളായി വന്ന പലരും തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് അതിന്റെ പൂർത്തീകരണം പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുകയും അള്ളാഹുവിനെ കുറിച്ചില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു. മക്കളുണ്ടെന്ന് പറയുന്നു.
അപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിൽ നിന്നും പരിശുദ്ധനാണ്. ഈ പറയുന്ന ഒരാരോപണവും അള്ളാഹുവിനെ കുറിച്ചുള്ളതല്ല. ഇതൊന്നും അള്ളാഹുവിന് യോജിച്ചതല്ല. അള്ളാഹു പരിശുദ്ധനാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന പ്രാർത്ഥന, ആ ദിക്ർ, അതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ദിക്റിന് അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്നതാണ്. അത് മനുഷ്യനും അല്ലാത്തതും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. ശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സ. നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനാണ്, ഇസ്സത്തുള്ള റബ്ബാണ്. അമ്മാ യസിഫൂൻ, അവരൊക്കെ ആരോപിച്ചുണ്ടാക്കുന്ന, കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനക്, അള്ളാഹുവെ നീ പരിശുദ്ധനാണ് എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. അള്ളാഹുവിന് അങ്ങനെ ഒരു പേര് തന്നെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ അസ്സുബ്ബൂഹ് എന്ന പേര് റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും റബ്ബിനെ കുറിച്ച് പറയുന്ന ആ ആരോപണങ്ങളൊന്നും ശരിയല്ല. ഇതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും അള്ളാഹുവിന്റെ ആ നാമങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതിന് പുറമെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, റുകൂഇലും സുജൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതേ ആശയങ്ങൾ തന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്ന് വരുന്ന ആശയം. സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല, ഇതൊക്കെ അള്ളാഹുവിനുള്ള തസ്ബീഹാണ്. അലീമായിട്ടുള്ള റബ്ബ്, മഹത്വമുള്ള റബ്ബ്, അഅല ഉന്നതനായിട്ടുള്ള റബ്ബ് എന്നൊക്കെയാണ് റുകൂഇലും സുജൂദിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ മഹത്വമുള്ള, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള 4 വചനങ്ങളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. നമ്മൾ പലതും സംസാരിക്കാറുണ്ട്. നമ്മുടെ നാവ് അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹം, അത് ഉപയോഗിച്ച് എത്ര വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉച്ചരിച്ചു എന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ ആ ഉച്ചരിക്കുന്ന വചനങ്ങളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടം 4 വചനങ്ങളാണ്. എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന 4 വചനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒന്ന് സുബ്ഹാനല്ലാഹ് എന്നതാണ്. പിന്നെ വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാവിനേറെ എളുപ്പമാണ്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, ലിസാനിന് ഖഫീഫത്താണ്, എളുപ്പമാണ് 2 കലിമകൾ. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിലാണെങ്കിൽ സഖീലാണ്, കനം തൂങ്ങുന്നതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഹബീബത്തായിട്ടുള്ള 2 വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളത്. ശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് കാണാൻ കഴിയും. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പലരും പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനെ പലരും നിഷേധിക്കുന്നു. ഇതിനെ തൊട്ടൊക്കെയും അള്ളാഹു പരിശുദ്ധനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ആകാശത്തിന് താഴെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ റബ്ബിന് ഇഷ്ടമില്ലാത്ത പലതും പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ആകാശം നമ്മൾക്ക് പന്തലായി അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിന് താഴെ നമ്മൾ റബ്ബിനെ മറന്ന് പലപ്പോഴും പലതും ചെയ്തു പോകുമ്പോൾ ആ തണലായി നിൽക്കുന്ന ആകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ് എന്ന ബോധ്യം പലപ്പോഴും ഒരു തിരിച്ചുവരവിന് നമ്മെ പ്രേരിപ്പിക്കും. നമ്മൾ നടക്കുന്ന ഭൂമി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ തസ്ബീഹ് ചെയ്യുന്നില്ലെങ്കിലും. നമ്മുടെ നാവത് മറക്കുന്നു, മനസ്സത് മറക്കുന്നു, പക്ഷേ ഭൂമി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. നാം ചവിട്ടി നടക്കുന്ന ഭൂമി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അതിനിടക്കുള്ള നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ മറന്നുപോകുന്നു, തസ്ബീഹ് ചെയ്യാൻ മറന്നുപോകുന്നു എന്നതാണ്. ആയത്തുകൾ എത്രത്തോളം ചിന്തനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശത്തുള്ളതെല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ദിക്റിലാണ്, നമ്മൾ കാണുന്നില്ല. ഭൂമി ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തുള്ളതെല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട്. വത്തൈറു സാഫാത്തിൻ,
പക്ഷികൾ അതിന്റെ ചിറകുകൾ വിരിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കുല്ലുൻ ഖദ് അലിമ സലാതഹു വ തസ്ബീഹഹു, എല്ലാത്തിനും അതിന്റെ സലാത്ത് അറിയാം, പ്രാർത്ഥന അറിയാം. ആകാശത്തിനും ഭൂമിക്കും അതേപോലെ തന്നെ പക്ഷിക്കും അതിന്റെ തസ്ബീഹ് അറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ ഇബാദത്തിന് മടിക്കുമ്പോഴും ആകാശവും ഭൂമിയും പക്ഷികളുമെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. സംഗീതം, മ്യൂസിക്, അതിന്റെ വോള്യം ഒച്ചത്തിൽ കൂട്ടിയിട്ട് അങ്ങാടിയിലൂടെ പോകുമ്പോൾ, വാഹനത്തിലൂടെ പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കുമ്പോൾ ആ ശബ്ദം മറ്റുള്ളവ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഭൂമി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. നമ്മുടെ വാഹനം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാണ്. ഇപ്പം ഭൂമിയിൽ ഒരു മനുഷ്യൻ അവനുണ്ടാക്കുന്ന ശബ്ദങ്ങൾ എന്തായിരുന്നാലും ഹറാമിന്റെ ശബ്ദങ്ങളായിരിക്കാം, പറയുന്നത് തോന്നിവാസങ്ങളായിരിക്കാം, സംഗീതങ്ങൾ ആലപിക്കുന്ന സദസ്സിലായിരിക്കാം ഒരുപക്ഷെ മനുഷ്യനുള്ളത്. പക്ഷേ ആ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യുകയാണ്. അവന്റെ മുകളിലുള്ള ആകാശം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യുകയാണ്. അല്ലെ, ഒരു മനുഷ്യൻ നമ്മളെ അടുത്തിരുന്നിട്ട് ഇബാദത്ത് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരാൾ നമ്മളെ അടുത്തിരുന്നിട്ട് ഇബാദത്ത് ചെയ്യാണെന്ന് വിചാരിക്കാം. അല്ലെ, നമ്മളേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തിരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നു. ആ ദിക്ർ ചൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തിരുന്നിട്ട് നമ്മളെന്താ ചെയ്യാം? ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തിരുന്ന് ദിക്ർ ചൊല്ലുമ്പോൾ അവിടെ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കൂല, നമ്മളവിടെ വേണ്ടാത്ത വർത്താനങ്ങൾ പറയൂല, അവിടെ നമ്മൾ സിനിമാ പാട്ട് കേൾക്കൂല. ഇതേപോലെ ഭൂമിയും ആകാശവും പക്ഷികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതിനിടയിലൂടെയാണ് നമ്മൾ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത് എന്ന ഓർമ്മിപ്പിക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ, 7 ആകാശങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ വൽ അർദു വമൻ ഫീഹിന്ന, ഭൂമിയും ആ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വ ഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയായിട്ടൊന്നുമില്ല, അതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഭൂമിയും മണ്ണും ആകാശവും റബ്ബിന്റെ സൃഷ്ടികളാണ്. അത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു അതും എടുത്തു പറയുന്നു, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, വലാകിൻ പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ലാ തഫ്ഖഹൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, തസ്ബീഹഹും ആകാശത്തിന്റെയും ഭൂമിയുടെയും പക്ഷികളുടെയും തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനശീലനാണ്, അല്ലാഹു പൊറുക്കുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. ഇടിനാദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇടിയുടെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പഠിപ്പിക്കുന്നത്? വയുസബ്ബിഹു റഅദു ബിഹംദി, അല്ലാഹുവിനെ റഅദ് ഇടിനാദം തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ഹംദ് ചെയ്യുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റനേകം ആയത്തുകൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? യാ ജിബാലു അവ്വിബി മഅഹു, യാ ജിബാലു, പർവ്വതത്തെ വിളിച്ചിട്ട് റബ്ബ് പറയാണ്, അവ്വിബി മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങളും തസ്ബീഹ് ആവർത്തിച്ച് ചൊല്ലുക എന്ന് ജിബാലിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പർവ്വതങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിന്റെ കൂടെ പഠിപ്പിക്കുന്നു, അവ്വിബി മഅഹു വത്തൈർ, പക്ഷികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ദാവൂദ് നബിയുടെ കൂടെ തസ്ബീഹ് ആവർത്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്തൈർ, വസഖർനാ മഅ ദാവൂദൽ ജിബാൽ, ദാവൂദ് നബിയുടെ കൂടെ ജിബാലുകളെ, പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് പർവ്വതങ്ങൾ ചെയ്യുന്നത്? യുസബ്ബിഹ്ന, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വത്തൈർ, പക്ഷികളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. അല്ലാഹു വീണ്ടും സൂറത്തു സാദിലൂടെ പഠിപ്പിക്കുന്നു, ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശീ വൽ ഇശ്റാഖ്, ജിബാലുകൾ, പർവ്വതങ്ങൾ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വത്തൈറ മഹ്ശൂറ, വത്തൈറ മഹ്ശൂറതൻ കുല്ലു ലഹു അവ്വാബ്, പക്ഷികളും അതേ രീതിയിൽ റബ്ബിന്റെ ഇബാദത്തുകൾ, റബ്ബിനെ ഓർമ്മിക്കുകയാണ്, സ്മരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്ത് ഏകദേശം 5ഓളം സൂറത്തുകൾ തുടങ്ങുന്ന തന്നെ ഈ ഒരു ആശയം പറഞ്ഞിട്ടാണ്. 5 സൂറത്തുകൾ
തുടങ്ങുന്നത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് പരിചയമുണ്ടാകും സൂറത്തുൽ ഹദീദ് 1-ാമത്തെ ആയത്ത് അള്ളാഹു പഠിപ്പിക്കുന്നത് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. സബ്ബഹ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടുണ്ട്. മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സൂറത്തുൽ ഹശറിൽ പറയുന്നു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അതേപോലെ തന്നെ സഫിലും അതേപോലെ തന്നെ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. സൂറത്തുൽ ജുമുഅയിൽ നമ്മൾക്ക് കുറച്ചെങ്കിലും പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ ജുമുഅ. ജുമുഅയുടെ 1-ാമത്തെ ആയത്ത് എന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. യുസബ്ബിഹു ലില്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം, അല്ലാഹു മലിക്കാണ്, ഖുദ്ദൂസാണ്, അസീസാണ്, ഹകീമാണ് എന്ന് റബ്ബിനെ ഓരോ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്താണ്. സൂറത്തു തഗാബുനിലും പഠിപ്പിക്കുന്നുണ്ട് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നാണ്. എത്രത്തോളം എന്നാൽ മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉണ്ടാകുമ്പോൾ അവർക്ക് വുദൂ ചെയ്യാനുള്ള വെള്ളം കുറവാണ്. അപ്പോൾ ഉള്ള വെള്ളം ആരുടെങ്കിലും കയ്യിലുള്ളത് കുറച്ചാണെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ കൈവച്ചു, ആ വെള്ളത്തിൽ കൈമുക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ആ പാത്രത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ സഹാബി നമ്മളെ പഠിപ്പിക്കുന്നത് ഫലഖദ് റഅയ്തുൽ മാഅ യംബഉ മിൻ ബൈനി അസാബിഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത്, പൊട്ടി വരുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനുശേഷം പറഞ്ഞു വലഖദ് കുന്നാ നസ്മഉ തസ്ബീഹത്ത് തആമി വഹുവ യുകൽ, പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ്. പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്നോണം ഭക്ഷണത്തിന്റെ തസ്ബീഹ് പ്രവാചകന്റെ സന്നിധിയിലുള്ള സഹാബാക്കൾ കേട്ടിരുന്നു എന്നാണ്. നമ്മൾ തിന്നുന്ന ഭക്ഷണം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ആയത്തിൽ പറഞ്ഞത്, എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. തിന്നുന്ന ഭക്ഷണം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. തിന്നുന്ന നമ്മൾ ബിസ്മി എല്ലാം പലപ്പോഴും മറന്നു പോകുന്നു. തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ മറന്നു പോകുന്നു. ഇങ്ങനെ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെയെല്ലാം ആ രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് മാത്രം. നമ്മൾക്ക് ഇവിടെ കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ട്, എങ്ങനെ ജീവിക്കാം. പക്ഷെ ഒരു പരലോകം വരാനുണ്ട്. അവിടേക്ക് ജീവിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറ്റ് സൃഷ്ടികൾ ഏത് രീതിയിൽ അനുസരിക്കുന്നുണ്ടോ ആ രീതിയിലാണ് എന്ന ബോധ്യമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്ബീഹുകൾ സുബ്ഹാനല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മഹത്വം അർത്ഥമറിയാതെ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു സുബ്ഹാനല്ലാഹ് അല്ല, ദിക്റുകളോടുള്ള അദബാണ് ശരിക്കും അത് ചൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എന്ന് അതിന്റെ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പറയാന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ഒരു അദബാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിനപ്പുറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓരോ അക്ഷരങ്ങളും ഉച്ചരിച്ച് പറയാന്നുള്ളത്. അതേപോലെ തന്നെ തസ്ബീഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്ന ധാരാളം സംഭവങ്ങൾ, അതിന്റെ മഹത്വം പറയുന്ന സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ദീർഘമായിക്കൊണ്ട് നമസ്കരിച്ചു. സൂറത്തുൽ ബഖറ, സൂറത്തുൽ നിസാ, സൂറത്തു ആലി ഇമ്രാൻ ഇതൊക്കെ ഒറ്റ റക്അത്തിൽ പാരായണം ചെയ്തു. എന്നിട്ട് റുകൂഇലേക്ക് പോയി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് ചൊല്ലുന്ന ദിക്ർ സുബ്ഹാന റബ്ബിയൽ അസീം എന്നാണ്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്നാണ്. സുബ്ഹാൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹാൻ, അല്ലെങ്കിൽ സുബ്ഹാനൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അദ്മ. ഇതൊക്കെ റുകൂയിലും സുജൂദിലുമുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ സഹാബി പഠിപ്പിക്കുന്നു ثم ركع فقال سبحان ربي العظيم فكان ركوعه نحوا من قيامه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഅ് ബഖറയും ആലി ഇമ്രാനും നിസാഉം ഓതാനെടുത്ത സമയത്തിന്റെ അത്ര ഏകദേശം റുകൂഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്നാണ്. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ അതിലപ്പുറം നമ്മൾക്ക് ഇത്രയും സൂറത്തുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾക്ക് ഇത്രയും സൂറത്തുകൾ ഓതി തീർക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ ധാരാളം കൂടുതൽ ഈ സൂറത്തുകൾ ഓതി തീർക്കാൻ നമ്മൾക്ക് വേണ്ടി വരും. അത്രയും സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സമയം
റുകൂഇൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് റുകൂഇലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എന്നിട്ട് സുജൂദിൽ പോയിട്ട് പറയുന്നു ഫജഅല യഖൂലു സുബ്ഹാന റബ്ബിയൽ അഅല. പ്രവാചകൻ റുകൂഇൽ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞു. ഫകാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമി. എത്രത്തോളം നിന്നിരുന്നോ ഏകദേശം അത്രത്തോളം തന്നെ സുജൂദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നു എന്നാണ്. ഞാൻ പറയുന്നത് റബ്ബിനെ തസ്ബീഹ് ചെയ്യേണ്ടതിന്റെ മഹത്വം അത് ധാരാളമായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ്. അത് നമ്മൾക്കുള്ള പരിഹാരം കൂടെയാണ്, പരിചയമാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് റബ്ബിനെ തസ്ബീഹ് ചെയ്യാന്നുള്ളത്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മീനിന്റെ വയറ്റിലായിരുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ദഅവതു ദിന്നൂനി ഇദ്ദഅ ബിഹാ വഹുവ ഫീ ബത്നിൽ ഹൂത്. മീനിന്റെ വയറ്റിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു, നീ ഏകനാണ്, നീ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ദിക്ർ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലസ്തജാബല്ലാഹു ലഹു, അല്ലാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നതാണ്. എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇല്ലസ്തജാബല്ലാഹു ലഹു, അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമെന്നാണ്. ഖുർആനിലെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി എങ്ങാനും മുസബ്ബിഹീങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്നവരിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ യൂനുസ് നബി ആ വയറ്റിൽ തന്നെ കിടക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾക്ക് സുന്നത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാര ശേഷം പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലാനുണ്ട്. ഇടിവെട്ടുമ്പോഴുള്ള വിഷയം പറഞ്ഞു. വാഹനം കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സദസ്സ് പിരിയുന്ന സമയത്തുള്ള പ്രാർത്ഥന, അതിന്റെ മഹത്വം പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക്. ഒരാൾ ഒരു സ്ഥലത്തിരുന്നു, കുറച്ചു നേരം സംസാരിച്ചു, കുറെ ആൾക്കാർ ഒരുമിച്ചിരുന്നു, അവിടെ എണീറ്റ് പോകുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ സദസ്സിൽ അവന് വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ആരെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, വേണ്ടാത്ത സംസാരം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിഷമമുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ചെറിയ അറിയാതെ വന്നുപോയ കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹു പുറത്തു തരാൻ ഈ പ്രാർത്ഥന പതിയുന്നതാണ്. എന്താണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന വുളൂവിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ധാരാളം ശ്രേഷ്ഠതകൾ, അയ്യുൽ കലാമി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ വചനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ, ഒരു ദിവസം ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം പറഞ്ഞാൽ ഖുത്തത്ത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങൾ അവരുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, രാവിലെയും വൈകുന്നേരവും 100 വട്ടം പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി. നാളെ ഖിയാമത്ത് നാളിൽ ഇത്ര അമൽ ചെയ്ത വേറെ ഉണ്ടാവില്ല എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ അങ്ങനെ ചെയ്തവരോ അതിനേക്കാൾ കൂടുതൽ ചെയ്തവരോ അല്ലാതെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഗുരിസത് ലഹു നഖല ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു ഈന്തപ്പനമരം ഒരാൾക്ക് നട്ടുപിടിപ്പിക്കപ്പെടും സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിക്കൽ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അയഅജിസു അഹദുക്കും അൻ യക്തിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ ഒരു ദിവസം 1000 നന്മ ഉണ്ടാക്കാൻ എന്ന് ഒരിക്കൽ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഒരു ദിവസം 1000 കൂലി ഉണ്ടാക്കാൻ ആർക്കാ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു ഫസഅലഹു സായിലും മിൻ ജുലസാഇഹി കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസന, അതങ്ങനെ ഒരു ദിവസം 1000 നന്മ ഉണ്ടാക്കാൻ പറ്റാം എന്ന് മറുപടി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുസബ്ബിഹു 100 തസ്ബീഹ, 100 തസ്ബീഹ് ചൊല്ലിയാൽ മതി.
ഫയുക്തബു ലഹു അൽഫു ഹസന, 1000 നന്മ അവൻ എഴുതപ്പെടും. ഔ യുഹത്തു അൻഹു അൽഫു ഖതീഅ, 1000 തിന്മ അവന് മായ്ക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ആകാശഭൂമികളും പർവ്വതങ്ങളും പക്ഷികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെയ്യുമ്പോൾ അതിനിടയിലൂടെ ജീവിക്കുന്ന നമ്മൾ അത് സംഗീതങ്ങളിലും വേണ്ടാത്ത സംസാരങ്ങളിലും തോന്നിവാസങ്ങളിലുമായി സമയം ചെലവഴിക്കുമ്പോൾ ഇതെല്ലാം റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്, ഞാൻ അതിനേക്കാളൊക്കെ റബ്ബിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും തക്ബീറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കുമൊക്കെ മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ താനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുനിയാവിലെ നിർബന്ധങ്ങളും നിയമങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകം, അതാണ് നാളെ പരലോകം, അവിടെയുള്ള സ്വർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സ്വർഗത്തിൽ ധാരാളം ആസ്വാദനങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, ആസ്വാദനങ്ങളുണ്ട്. എന്നാൽ അവിടെയുള്ള ഒരു ആസ്വാദനമാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ സ്വർഗത്ത് പോയിട്ടും സുബ്ഹാനല്ലാഹ് പറയണോ എന്ന് വിചാരിക്കേണ്ട, അത് അവിടെയുള്ള ആസ്വാദനാണ്. സ്വർഗത്തിലെത്തിയാലുള്ള തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവിടെ ആസ്വദിക്കലാണത്. അത് നിർബന്ധപൂർവ്വം ചെയ്യലല്ല, അതവിടെ മനസ്സറിഞ്ഞ് ആനന്ദിച്ച് ആസ്വദിച്ച് അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരു സൽക്കർമ്മം, അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വ തഹിയ്യതുഹും ഫീഹാ സലാം. അവരുടെ അവിടെയുള്ള പ്രാർത്ഥന, അവിടെയുള്ള സംസാരം എന്തായിരിക്കും? സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹു നീ പരിശുദ്ധനാണ്. കാരണം അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ സ്വർഗലോകത്ത് അവസാനമില്ലാതെ അറ്റമില്ലാതെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുബ്ഹാനകല്ലാഹുമ്മ എന്നായിരിക്കും എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിലും ആ ഒരു ആസ്വാദനം നമുക്ക് കിട്ടും. ദിക്റുകൾ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഈ ദുനിയാവിലുള്ള സ്വർഗ്ഗമാണ്. ദുനിയാവിലുള്ള സ്വർഗമാണ് മനസ്സിന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദവും ആസ്വാദനമുണ്ട്. അത് കിട്ടുന്നത് ദിക്റ് കൊണ്ടാണ്. നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ ദിക്റ് ചൊല്ലുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, വാഹനത്തിൽ കയറുമ്പോൾ ദിക്റ് ചൊല്ലുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നു, നമസ്കാര ശേഷം കൃത്യമായി ദിക്റ് ചൊല്ലുന്നു, അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള ദിവസമായിരിക്കും. അന്ന് നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വലിയ ആനന്ദം വന്ന് കിട്ടും. അള്ളാഹ് തരുമെന്ന് പറഞ്ഞാണ്. അള്ളാഹുവാണ് നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചത്. ആ ഹൃദയത്തിന് ആനന്ദം തരുന്നത് എന്താണെന്ന് അള്ളാഹ് പഠിപ്പിച്ചാൽ അത് ചെയ്താൽ നമുക്ക് ആനന്ദം കിട്ടും. അത് ദുനിയാവിലും കിട്ടും, നാളെ പരലോകത്ത് അത് ആസ്വദിച്ച് ചെയ്യും സ്വർഗവാസികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ, സ്വർഗത്തിലുള്ള ആളുകൾ തിന്നും കുടിക്കും, വലാ യത്ഫുലൂന വലാ യബൂലൂന വലാ യതഗവ്വതൂൻ, അവർ പക്ഷെ അവിടെ മൂത്രമൊഴിക്കണ പ്രശ്നമില്ല, ബാത്റൂമിൽ പോകില്ല. അതേപോലെ തന്നെ അവർക്ക് കഫണ്ടാവില്ല, ബാത്റൂമിൽ പോകുന്ന അവസ്ഥയില്ല, തുപ്പുന്ന അവസ്ഥയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാത്തൊരു ലോകമാണ് സ്വർഗമെന്നാണ്. ഭക്ഷണം കഴിക്കും, ബാത്റൂമിൽ പോകില്ല, കഫം വരുന്ന പ്രശ്നമില്ല, മൂക്കെന്ന് വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാത്തൊരു ലോകം, അത്ര പോലും പ്രയാസമില്ലാത്ത ലോകം. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, ഫമാ ബാലു തആം, തിന്നിട്ട് ബാത്റൂം പോയില്ലെങ്കിൽ പിന്നെ അതെന്താകും എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുശാഉൻ, അതൊരു ജുശാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏമ്പക്കെടലാണ്. ഭക്ഷണം അതൊരു ആസ്വാദനത്തിൽ ഏമ്പക്കെട്ടുണ്ടായിരിക്കും. അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് സംഭവിക്കുന്നത് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, വറഷ്ഫുൻ കറഷ്ഹിൽ മിസ്ക്, അവരുടെ വിയർപ്പ് അത് മിസ്കിന്റെ കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പായിട്ട് ആ ഭക്ഷണങ്ങളൊക്കെ ആ രീതിയിലാണ് മാറുന്നതാണ്. യുൽഹമൂന തസ്ബീഹ വ തഹ്മീദ്, അവർക്ക് ഇൽഹാമുണ്ടാകുന്നത്, അവരുടെ മനസ്സിലേക്ക് ഇട്ടു നൽകപ്പെടുത്തുന്ന തസ്ബീഹും തഹ്മീദുമായിരിക്കും. കമാ തുൽഹമൂന നഫസ്, അവർക്ക് ശ്വാസം ലഭിക്കുന്നത് പോലെ, അവർ ശ്വാസോച്ഛ്വാസം ആസ്വദിക്കുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ അവർക്ക് തസ്ബീഹും തഹ്മീദുമായിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം പോലെ ആസ്വദിക്കുന്നതാണ് ആ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ
ഒരു സുബ്ഹാനല്ലാഹയുടെ കുറവുണ്ടെങ്കിൽ അവിടെ പരിഹരിക്കാൻ മറന്നുണ്ടാവില്ല. അതിനാണ് ദുനിയാവിൽ നമ്മൾക്ക് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഒരു സ്ഥലത്തിരുന്നാൽ മൻ ഖഅദ മഖഅദൻ, ഒരു സ്ഥലത്തിരുന്നാൽ ആ സമയം ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നാൽ ആ സമയം ഉപയോഗപ്പെടുത്തണം, കിടന്നാൽ ആ സമയം ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കുന്ന സന്തോഷമുള്ള സൗഭാഗ്യമുള്ള ഭാഗ്യവാന്മാരെ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.